Good morning. Good morning. നമ്മൾ ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എടുത്തോണ്ടിരുന്നത്. അതില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കവർ ചെയ്തു, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുത്തു, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഈ 3 ഡിപ്പാർട്ട്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തീഷ്യോളജി. അനസ്തേഷ്യ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷന്റെയോ സർജറിയുടെയോ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, പേഷ്യൻസിന് അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അവരെ ബോധരഹിതരാക്കിയിട്ടായിരിക്കും മിക്ക ഓപ്പറേഷൻസ് ചെയ്യാറ്. സാധാരണ ചെറിയൊരു സിമ്പിൾ ആയിട്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, അനസ്തേഷ്യ കൊടുക്കാറുള്ളത്. സാധാരണ ഒരു പല്ലിന്റെ എന്തെങ്കിലും പ്രശ്നമുള്ള പല്ല് അല്ലെങ്കിൽ ടീത്ത് മാറ്റണമെങ്കിൽ പോലും ചെറിയൊരു അനസ്തേഷ്യ ആണ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും. അതേപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഫുള്ളായിട്ട് മരവിപ്പിക്കണം, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. ഫുൾ നമ്മൾ പാരലൈസ്ഡ് ആക്കാറുണ്ട്, ബോഡി മൊത്തമായിട്ട് പാരലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് കൊടുക്കാറ്. അതേപോലെ തന്നെ പിന്നെ കൊടുക്കുന്നതാണ് ഈ സി സെഷൻ ഒക്കെ ഉണ്ടല്ലോ, സിസേറിയൻ സെഷൻ. നമ്മുടെ ബോഡിയുടെ ഒരു പാർട്സ് എന്തായിട്ട് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ഭാഗമായിട്ട് പാർട്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നതിന് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അനസ്തേഷ്യ എന്ന് പറയുന്നത് താൽക്കാലികമായി വേദന ശേഷി ഇല്ലാതാക്കും, നമുക്ക് പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഈ അനസ്തേഷ്യയിൽ നമുക്ക് 3 കാറ്റഗറി ഓഫ് അനസ്തേഷ്യ പഠിക്കാറുണ്ട്. 3 കാറ്റഗറിയിൽ ഫസ്റ്റത്തെയാണ് ജനറൽ അനസ്തേഷ്യ, രണ്ടാമത്തെ ലോക്കൽ അനസ്തേഷ്യ, മൂന്നാമത് റീജിയണൽ അനസ്തേഷ്യ. ഞാനൊരു കാര്യം നോക്കട്ടെ കേട്ടോ, ഈ ടൈപ്സ് നോക്കട്ടെ. വന്നിട്ട് ഇമേജ് കാണുന്നുണ്ടല്ലോ എല്ലാവരുടെ സ്ക്രീനില്. ഇമേജ് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇമേജ് നോക്കാം. നമ്മൾ ആദ്യം കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, ജനറൽ അനസ്തേഷ്യ ഉണ്ട്. നമ്മളുടെ ബോഡി മൊത്തമായിട്ട് പാരലൈസ്ഡ് ആക്കുന്ന അവസ്ഥ. ബോഡിയെ ചെയ്താലും അവസ്ഥയൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, പെയിൻ ഒന്നും മൊത്തം അറിയില്ല, ബോഡി മൊത്തമായിട്ട് പാരലൈസ് ചെയ്യണം അവസ്ഥയിലുണ്ട്. നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡിയുടെ ഭാഗത്ത് മാത്രം എന്ത് ചെയ്യും, ഭാഗികമായിട്ട് അതെന്ത് ചെയ്യും, അനസ്തേഷ്യ കൊടുക്കും. അതിനാണ് റീജിയണൽ അനസ്തേഷ്യ. ചിലപ്പോൾ സ്പൈനൽ ആയിരിക്കും, കുറച്ചുകൂടി കൂടുതൽ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്നത് സി സെഷന്റെ കാര്യങ്ങളിൽ. അതേപോലെ തന്നെ ഈ അനസ്തേഷ്യ കൊടുക്കുന്ന ഓരോ സിറ്റുവേഷൻ, ഓരോ ഓപ്പറേഷൻ അനസ്തേഷ്യയുടെ മെത്തേഡ് എവിടെയാണ് കൊടുക്കുന്നത് മാത്രമാണ് ഇന്ത്യയിൽ മാറ്റുന്നത്. ഈ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടിൽ, ചിലപ്പോൾ ഒരു ചെറിയൊരു പാർട്ടിലായിരിക്കും, ചിലപ്പോൾ പറഞ്ഞ പോലെ പല്ലിലായിരിക്കും, ചിലപ്പോൾ നരമ്പിന്റെ അവിടെ എന്തെങ്കിലും ഓപ്പറേഷൻ, അല്ലെ കയ്യുമ്മയാണ് ഓപ്പറേഷൻ, ആ ഒരു ഭാഗത്ത് മാത്രം കൊടുക്കുന്നത് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് അനസ്തേഷ്യസ് ഉണ്ട്? 3 അനസ്തേഷ്യ ഉണ്ട്: ജനറൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ ഫുൾ ബോഡി നമ്മൾ എന്ത് ചെയ്യണം, പാരലൈസ്ഡ് ആവുന്ന അവസ്ഥയിലാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ബോഡിയുടെ പാർട്ട്, ഒരു അത്യാവശ്യം പാതി അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മാത്രം എന്ത് ചെയ്യുന്ന അനസ്തേഷ്യ കൊടുക്കും. പിന്നെ ലോക്കൽ അനസ്തേഷ്യ നമ്മൾ കൊടുക്കുന്നത് ചെറിയൊരു പാർട്ട്, ബോഡിയുടെ ഏറ്റവും ചെറിയ പാർട്ടിലൊക്കെ അനസ്തേഷ്യ കൊടുക്കുന്നതിന് എന്ന് പറയുന്നത് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഈ ഇമേജ് ക്ലിയർ ആണ് എല്ലാവർക്കും? 3 അനസ്തേഷ്യാസ് ഉണ്ട്.
അതിലെങ്ങനെയാണ് അനസ്തേഷ്യ വരുന്നത്. ആ ഒരു കളർ ചെയ്തിരിക്കുന്ന പോർഷനിലാണ് ഈ അനസ്തേഷ്യയുടെ എഫക്ട് അറിയാൻ പറ്റുന്നത്. ആദ്യത്തെ ഫുൾ ആയിട്ട് അനസ്തേഷ്യ തന്നെ ആ സമയത്ത് ബോഡിയിൽ എവിടെയും പെയിൻ വരില്ല. ഈ സ്പൈനലിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അത് കുഴപ്പമില്ല. നമുക്ക് അനസ്തേഷ്യയുടെ പേര് മാത്രം പഠിക്കാനുള്ളൂ. റീജിയണൽ അനസ്തേഷ്യയുടെ കാറ്റഗറീസ് ഒന്നും പഠിക്കാനില്ല കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ ഇത് ശരിക്കും ആ 3 അനസ്തേഷ്യയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഞാൻ അതാണ് നോക്കിയിട്ടാ നോക്കാട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ അനസ്തേഷ്യയാണ്. നമുക്ക് ജനറൽ അനസ്തേഷ്യയിലേക്ക് വരാം. General anesthesia is the treatment with medication to make you completely unconscious. നമ്മൾ മൊത്തമായിട്ട് അൺകോൺഷ്യസ് ആക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. During general anesthesia, the medicines are used to send you sleep. നമ്മൾ ഉറക്കത്തിലേക്ക് വിടും. ഇനി നമുക്ക് മെഡിസിൻ ഇൻജക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉറക്കത്തിലേക്ക് വിടുന്നത്. പാരലൈസ് ആയി നമ്മുടെ ബോഡി മൊത്തം എന്തായി ആ ഒരു ടൈമിലേക്ക് പാരലൈസ് ആവും. You are unaware of surgery and do not have or feel pain by its carried out. നമുക്ക് ഈ സർജറി നടക്കുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് സർജറി നടത്തുന്നോ അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടോന്നോ ഒന്നും ഒരു കാരണവശാലും റീജിയണൽ അനസ്തേഷ്യ കൊടുത്ത ഒരാൾക്ക് അറിയാനായിട്ട് പറ്റും. നമ്മുടെ ബോഡി മൊത്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പാരലൈസ്ഡ് ആയിരിക്കണം. So that your body is still for operation. So you will not feel pain. നമുക്ക് ആ സമയത്ത് ആ ഒരു ഓപ്പറേഷന്റെ ടൈമിൽ ഒരു പെയിനോ അറിയാൻ പറ്റില്ല, നമുക്ക് ബോധം ഉണ്ടാവില്ല ആ സമയത്ത്, കോൺഷ്യസ് ആയിട്ടില്ല. The patient can get general anesthesia through an IV into the vein or inhaled into their nose and mouth. നമ്മൾ ഇമേജിൽ കണ്ടു മാസ്ക് വെച്ചിട്ട് ഇതൊക്കെയാണ് ജനറൽ അനസ്തേഷ്യയുടെ മെത്തേഡുകൾ കേട്ടോ. നമുക്ക് മെഡിസിൻസ് നമുക്ക് മാസ്ക് അല്ലെങ്കിൽ നോസിലേക്കും വായിലേക്കും അത് അടിച്ച് നമ്മളെ ബോധക്ഷയറാക്കാം. കണ്ടല്ല, ഇമേജ് കാണാൻ പറ്റുന്നില്ല. ഇതാണ് കേട്ടോ ഏത് ജനറൽ അനസ്തേഷ്യയുടെ മെത്തേഡ്. ഓക്കെ, എങ്ങനെ ഐ വി ആയിരിക്കും ത്രൂ their nose or mouth കേട്ടോ. ഐ വി എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ വെയിൻ. നമുക്ക് നോക്കാം നമ്മുടെ എന്താണ് ജനറൽ അനസ്തേഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. General anesthesia is a medicine that is administered by an anesthesiologist. Okay. Okay, general anesthesia ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു മിനിറ്റ് ജയരാജ്. അതെങ്ങനെയാ ചെയ്തിട്ട് നമ്മൾ മ്യൂട്ട് മാറ്റണ്ട കേട്ടോ. ഒരു മിനിറ്റ് നമ്മൾ മ്യൂട്ട് മാറ്റിയിട്ട് നമുക്ക് മോർ എക്സ്പീരിയൻസ് പറഞ്ഞോട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് ജയരാജ്? ഹലോ, ജയരാജ് അല്ല, ഞാൻ അമ്പിളിയാണ്. ഹസ്ബൻഡ് നെയിം ആണ്. ഓക്കെ ഓക്കെ, സോറി കേട്ടോ, ഞാൻ എനിക്ക് ആൺകുട്ടികളുണ്ടെന്ന് തോന്നിയ അതായത് ആൺകുട്ടികൾ എന്തിനാ ചെയ്യുന്നത്? സെക്കൻഡ് ഡെലിവറി നട്ടിലിന് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു, സിസേറിയനായിരുന്നു. പക്ഷെ അതിന് ഇതാണല്ലോ കൊടുക്കാറ്, റീജിയണൽ അനസ്തേഷ്യ അല്ലേ കൊടുക്കാറ്? അപ്പോഴ് എനിക്ക് സ്പൈനലിന് ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അല്ലേ? അമൃതാനന്ദമായി അവിടെ അമൃത ഹോസ്പിറ്റലായിരുന്നു ചെയ്തത്. ഇവിടെ ഡോക്ടർ GA ചെയ്യാനേ പറ്റുള്ളൂ എന്നാ പറഞ്ഞ്. അങ്ങനെ നമുക്ക് ഫുൾ അൺകോൺഷ്യസ് ആയിപ്പോ. നമ്മുടെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ തരും, മാസ്ക് ഇങ്ങനെ മുഖത്ത് വെച്ച്. അപ്പൊ ഈ തള്ളവെല്ലം കൊണ്ട് അവര് തൊണ്ടയ്ക്ക് ഇങ്ങനെ അമർത്തി പിടിച്ച്. അപ്പൊ പറഞ്ഞായിരുന്നു ഇങ്ങനെ പിടിച്ച് കുറച്ച് കഴിയുമ്പം കണ്ണ് ഇതായിപ്പോ, പേടിക്കരുതെന്ന് പറഞ്ഞു. സെയിം ടൈം നമ്മുടെ പിന്നെ പേസ് മേക്കറും നമ്മുടെ നാടിയെടുപ്പും എല്ലാം അവര് അന്നേരം തന്നെ ചെക്ക് ചെയ്ത് വെച്ചു. അന്നേരം തന്നെ ഡോക്ടർ, അനസ്തേഷ്യ ഡോക്ടർ ഇവിടെ ഇഞ്ചക്ഷൻ ചെയ്തപ്പം തന്നെ പറഞ്ഞു വിരലിങ്ങനെ മരവിച്ച് തുടങ്ങും, പേടിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഡോക്ടർ തള്ളവെല്ലം നമ്മുടെ തൊണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് തന്നു. ഒരു കുറച്ച് സമയം തന്നെ ഈ മരുന്ന് ഇങ്ങനെ കയറുന്ന നമുക്കറിയാം. പെട്ടെന്ന് തന്നെ കണ്ണിങ്ങനെ അതായി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് ഓർമ്മ, എല്ലാം കഴിഞ്ഞ് ICUയിൽ കൊണ്ടുവന്ന് ഓർക്കുന്നത്. രാവിലെ 6:30 കയറിയതാണ് തിയേറ്ററിൽ. 8 മണിക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ബോധം വരുമ്പോ തന്നെ 2:30 മണി ഉച്ചക്ക്.
നമ്മൾ സിസേറിയൻ സെക്ഷന് മെയിൻ ആയിട്ട് കൊടുക്കുന്ന അനസ്തേഷ്യ റീജിയണൽ അനസ്തേഷ്യയാണ്. നമ്മൾ നട്ടലിന് എന്താ കൊടുക്കും, അനസ്തേഷ്യ കൊടുക്കും. നട്ടലിനായിട്ട് ഭാഗത്താണ് അനസ്തേഷ്യ കൊടുക്കുക. റെയർ കേസിൽ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ള ജനറൽ അനസ്തേഷ്യ. അപ്പൊ അമ്പിളിക്ക് എക്സ്പീരിയൻസ് ജനറൽ അനസ്തേഷ്യ കൊടുത്തതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞേക്കാം. അപൂർവം കേസിലാണ് എന്ത് ചെയ്യണത്, ജനറൽ അനസ്തേഷ്യ കൊടുക്കണം. അതേപോലെ നോക്കാട്ടാ. അപ്പൊ അതെങ്ങനെയാണ് കൊടുത്തതെന്ന് പറഞ്ഞത് നമ്മളോട് IV വഴി കൊടുക്കും. അതേപോലെ നമുക്ക് മാസ്ക് വഴിയാണ് മരുന്ന് നമുക്ക് ഉള്ളിലേക്ക് പോണത്. ഓക്കെ, anesthesiologist നോക്കാം. The doctor in this department administrates anesthesia. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റില് ഡോക്ടറിന് അനസ്തേഷ്യ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്, അനസ്തേഷ്യോളജിസ്റ്റ്. എന്താണ് പറയുന്നത്, അനസ്തേഷ്യോളജിസ്റ്റ്. For the patient, for procedures and surgeries. ഈ അനസ്തേഷ്യ സെപ്പറേറ്റ് ഡോക്ടർ ആണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ജനറൽ മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത്. ഒരു സെപ്പറേറ്റ് ആയിട്ട് അതിനെ പഠിച്ച് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അനസ്തേഷ്യ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യമാണ് ഒരു പേഷ്യന്റ് അനസ്തേഷ്യ കൊടുക്കാന്നുള്ളത്. കാരണം ആ ഡോക്ടർ കൊടുക്കുക ആ പേഷ്യന്റിന്റെ ജീവന് തന്നെ ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് അത് അത്രയും ക്ലിയർ ആയിട്ട് ശ്രദ്ധയോട് കൂടിയാണ് കൊടുക്കുന്നത് അനസ്തേഷ്യ കൊടുക്കാറ്. ഇതില് ജനറൽ അനസ്തേഷ്യയാണ്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. General anesthesia is the medicine that is administered by an anesthesiologist, a medical doctor, through a mask. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, മാസ്ക് വഴിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വെയിനിലേക്ക് എന്ത് ചെയ്യും, അത് ഇൻജെക്ട് ചെയ്യുമ്പോൾ മെഡിസിൻസ് ഇൻജെക്ട് ചെയ്യും. പിന്നെ ത്രൂ എ മാസ്ക് ഓർ ആൻ IV cannula പ്ലേസ്ഡ് ഇൻ ദ വെയിൻ, നമ്മുടെ വെയിനിലേക്ക് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ അനസ്തേഷ്യ മെഡിസിൻ കൊടുക്കുന്നത്. While the anesthesia is working, the patient will become unconscious. അനസ്തേഷ്യ കൊടുക്കുന്ന സമയം മുതൽ അതിന്റെ റിലീഫ് ആവുന്ന ആ ടൈം വരെ പേഷ്യന്റ് ബോഡി എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഒരു അറിവും ഉണ്ടാവില്ല. ഒട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അൺകോൺഷ്യസ് ആയിരിക്കും. നമ്മുടെ ബോഡി ഫുള്ള് എങ്ങനെയായിരിക്കും, അൺകോൺഷ്യസ് ആയിരിക്കും. രണ്ടാമത്തെ അനസ്തേഷ്യ ആണ് ലോക്കൽ അനസ്തേഷ്യ. ഈസ് എനി ടെക്നിക് ടു induce the absence of sensation of a specific part of the body. നമ്മുടെ ബോഡിയുടെ ഒരു ചെറിയൊരു പാർട്ടിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന അനസ്തേഷ്യ. ആ ഒരു പാർട്ടിലേക്കുള്ള വേദനകൾ അറിയാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന അനസ്തേഷ്യ ഉണ്ട് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. Local anesthesia is a strict sense is an anesthesia for small part of the body, such as tooth or area of skin. ചില സമയത്ത് നമുക്ക് പല്ലൊക്കെ പറിക്കാൻ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് അനസ്തേഷ്യ മരുന്ന് കുത്തിവെക്കാറുണ്ട്. എന്നിട്ടാണ് നമുക്ക് വേദനയോട് വല്ലാതെ ചെയ്യുന്നത് പറിച്ചു മാറ്റുന്നത്. അപ്പൊ അവിടെ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ പാർട്ടിലേക്കായിരിക്കും ഇത് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് സ്കിന്നില് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ടൂത്തിന്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നമില്ല അങ്ങനെ കൊടുക്കുന്ന അനസ്തേഷ്യാസ് ആണ് ഏത് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. നോക്കാം, ലോക്കൽ അനസ്തേഷ്യ. ഈ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്ക് ദ സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയ. ഒരു ചെറിയൊരു ഏരിയയിലേക്കുള്ള സെൻസേഷൻ ആണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Dentists use local anesthesia when number of jaw and gums. അപ്പൊ എന്താണ്, നമ്മുടെ ജോയും ഗംസിന്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഡെന്റിസ്റ്റ് ആണ് കൂടുതലായിട്ട് എന്ത് അനസ്തേഷ്യ കൊടുക്കാറ്, ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാറ്. പല്ലിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് പോകുമ്പോഴാണ്, പല്ല് പറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. നമ്മുടെ ബോഡിയുടെ ചെറിയൊരു പാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ജനറൽ അനസ്തേഷ്യ പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് റിസ്കി ആയിട്ടുള്ള അനസ്തേഷ്യ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഈ സീരിയസ് ഒക്കെ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും എന്താണ് റീജിയണൽ അനസ്തേഷ്യ ആണ്. കാരണം സിസേറിയന് മുമ്പായിട്ട് പേഷ്യന്റിന്റെ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന അനസ്തേഷ്യ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്.
നമ്മുടെ നട്ടലിന് മടക്കിയിട്ട് നട്ടലിന്റെ ആ ഒരു പോയിന്റിൽ അവർ എന്തെങ്കിലും അനസ്തീഷ്യ കൊടുക്കും. എന്നിട്ടാണ് അവർ എന്തെങ്കിലും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അനസ്തീഷ്യ റീജിയണൽ അനസ്തീഷ്യ എപ്പോഴും സി സെക്ഷന് കുറച്ചുകൂടി സേഫ് ആണ്. കാരണം നട്ടലിന് കൊടുക്കണം ആ ഒരു ഇഞ്ചക്ഷൻ കുട്ടിയുടെ അല്ലെങ്കിൽ ബേബിയിൽ അത് ബാധിക്കില്ല. ബേബിയുടെ ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ഇഞ്ചക്ഷൻ ആണ് എന്ത് റീജിയണൽ അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനിൽ കൊടുക്കുന്ന അനസ്തീഷ്യ. അതുകൊണ്ട് കുട്ടിയുടെ ആക്ടിവിറ്റീസിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അമ്മയുടെ എന്താ പറയാ അരക്ക് കീഴ്പോട്ട് തളർന്നിരിക്കും. ആ സമയത്ത് നമുക്ക് പെയിനൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴാണ് അത് റിക്കവർ ചെയ്ത് വരുന്നത്. അപ്പോഴായിരിക്കും കുറച്ച് പെയിൻ അറിയുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഈ അനസ്തീഷ്യയിൽ ഏറ്റവും അത്യാവശ്യം പെയിൻ കുറവുള്ളത്, പെയിൻ റിലീഫ് ആയിട്ടുള്ള അനസ്തീഷ്യ എന്ന് പറയുന്നത് റീജിയണൽ അനസ്തീഷ്യയാണ്. അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് സി സെക്ഷനിൽ റീജിയണൽ അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. Regional anesthesia may be a specific part of the body done to relieve the pain or allow surgical procedures to done. അപ്പൊ നമ്മൾ ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ, ആ ഒരു പാർട്ടിൽ മാത്രം സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് റീജിയണൽ അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. Regional anesthesia is preferred anesthesia technique for patient undergoing surgeries because it is associated with the less post-operative pains. എന്ന് വെച്ചാൽ നമുക്ക് ആ പെയിൻ കുറവായിരിക്കും. റീജിയണൽ അനസ്തീഷ്യ എടുത്തതിന് ശേഷം നമുക്ക് വല്ല പെയിൻ ഉണ്ടാവില്ല. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പെയിൻ കുറച്ച് കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാത്തിനെ അപേക്ഷിച്ച് പെയിൻ കുറവായിരിക്കും. റീജിയണൽ അനസ്തീഷ്യ സേഫ് ഫോർ സി സെഷൻ. മെയിൻ ആയിട്ട് റീജിയണൽ അനസ്തീഷ്യ കൊടുക്കുന്നത് സി സെഷൻ ആണ്, സിസേറിയൻ സെഷൻ ആണ്. അപ്പൊ സിസേറിയൻ സെഷൻ കൊടുക്കണോണ്ട് തന്നെ കുറച്ചുകൂടി സേഫ് ആണ്. കാരണം ഹാവ് നോ സിഗ്നിഫിക്കന്റ് എഫക്ട്സ് ഓൺ ദ ബേബി. നമ്മുടെ കുട്ടീനെ അതിന് വേറെ എഫക്ട്സ് ഒന്നുമില്ല. കുട്ടിക്ക് ഈ അനസ്തീഷ്യയുടെ ഒരു എഫക്ട്സും കിട്ടണില്ല. അമ്മയുടെ ബോഡി മാത്രമാണ് എന്ത് ചെയ്യണത് തളർത്തിയുള്ളത്. കുട്ടിക്ക് അതിനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് റീജിയണൽ അനസ്തീഷ്യ എന്തിനു കൊടുക്കണത് സി സെഷന് കൊടുക്കണത്. നോക്കാട്ടെ സി സെഷൻ സി പാർട്ട് റീജിയണൽ അനസ്തീഷ്യ. റീജിയണൽ അനസ്തീഷ്യ നൗസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ സ്പെസിഫിക് പോർഷനിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് റീജിയണൽ അനസ്തീഷ്യ കൊടുക്കുന്നത്. സിസേറിയൻ സെഷൻ ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തീഷ്യ. അപ്പൊ റീജിയണൽ അനസ്തീഷ്യയുടെ എക്സാമ്പിൾ ആണ് ഇത് സിസേറിയൻ സെഷൻ. During the surgery, the anesthesiologist will monitor the patient's blood pressure. ഇതിക്ക് മുമ്പ് നിങ്ങൾ സിസേറിയൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും. അനസ്തേഷ്യോളജിസ്റ്റ് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും. എപ്പോഴും ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ബ്രീത്തിങ് ഉണ്ടോ, ബി പി എങ്ങനെയാണ്, വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഹാർട്ടിന്റെ പൾസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. സിസേറിയൻ ടൈമിൽ എങ്ങനെയാണ് നമ്മളോട് പേഷ്യന്റ് ഡോക്ടർ സാധാരണ രീതി കാഷ്വലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മൾ കോൺഷ്യസ് ആണോ എന്ന് അറിയണം. അതേപോലെ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അതേപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ. കാരണം പേടിയൊക്കെ ആയിരിക്കും അനസ്തേഷ്യ ഓപ്പറേഷൻ ചെയ്യാന്നുള്ള പേടിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും. During the surgery, the anesthesiologist will monitor the patient's blood pressure, heart rhythm, the pulse, temperature, level of consciousness, and the amount of oxygen in the blood. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ഓപ്പറേഷന് മുമ്പായിട്ട് കെയർ ചെയ്തവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുറെ കഴിയുമ്പോഴേക്ക് ഇതൊക്കെ കുറെ ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഈ ബ്ലഡ് പ്രഷർ നോക്കാനും അതേപോലെ ബ്ലഡ് പ്രഷർ നമുക്ക് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടാവും, അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും എപ്പോഴും. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ പൾസ് എപ്പോഴും ചെക്ക് ചെയ്യും. അത് കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഡോക്ടർ. എപ്പോഴും ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കും. ടെമ്പറേച്ചർ നോക്കും. അതേപോലെ നമ്മൾ കോൺഷ്യസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് സംസാരിക്കും. പിന്നെ നമ്മുടെ ഓക്സിജൻ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മെഷീൻ ഘടിപ്പിച്ച് അത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഈ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് അനസ്തേഷ്യസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ അനസ്തേഷ്യ, നമ്മുടെ ഫുൾ ബോഡി എന്ത് ചെയ്യണം അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യണം. റീജിയണൽ ലോക്കൽ അനസ്തേഷ്യ ചെറിയൊരു പാർട്ട്, നമ്മുടെ ബോഡിയുടെ ഏറ്റവും ചെറിയൊരു പാർട്ടായിരിക്കും ഇന്ന് കൊടുക്കുന്നത് അനസ്തേഷ്യ കൊടുക്കുന്നത്. നെക്സ്റ്റ് റീജിയണൽ അനസ്തേഷ്യ മെയിനായിട്ട് കൊടുക്കുന്നത് സിസേറിയൻ സെഷൻ ഒക്കെയാണ്. റീജിയണൽ അനസ്തേഷ്യ എന്താണ് സർജറി കഴിഞ്ഞതിന് ശേഷം റീജിയണൽ അനസ്തേഷ്യയിലാണെങ്കിൽ പെയിൻ കുറവായിരിക്കും. അതേപോലെ തന്നെ സി സെഷൻ സേഫ് ആണ്, കുട്ടിയിൽ വേറെ എഫക്റ്റ് ഒന്നും വരില്ല. റീജിയണൽ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ഡോക്ടർ എപ്പോഴും പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ,
നമ്മുടെ ആ ഹാർട്ടിന്റെ റിതം ടെമ്പറേച്ചർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ അനസ്തേഷ്യ, ഈ ഡിപ്പാർട്ട്മെന്റ് അനസ്തേഷ്യോളജി പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചില്ലാവരും. എല്ലാരും വായിച്ചത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അല്ല എന്തെങ്കിലും അല്ലേ? നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനില്ല, നമുക്ക് ഈ പോർഷനിൽ തന്നിരിക്കുന്ന മാത്രം പഠിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ റീജിയണൽ അനസ്തേഷ്യയുടെ ടൈപ്പ് ഒന്ന് പറയാണ് കേട്ടോ. IV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻടു ദ ബേസ്, ഇൻടു എനിക്ക് വേണ്ട മെയിനിലേക്ക് മെഡിസിൻ കൊടുക്കും. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അധികം ആൾക്കാരെ കടത്തിവിടാത്ത ഒരു യൂണിറ്റ് ആണ് ഇത്. അല്ലെങ്കിൽ അധികം ആൾക്കാരെ സന്ദർശകരെ ഒട്ടും പെർമിറ്റ് ചെയ്യാത്ത ഒരു യൂണിറ്റ് ആണ് ഇത് ICU അല്ലെങ്കിൽ CCU എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അത്രയും ലൈഫിന് അത്രയും ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യണത് അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. എവിടെയാണ്? ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗുരുതരവും മാരകവുമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ICU പ്രൊവൈഡ് ചെയ്യുന്നത്. The critical care unit is a specialty that cares for patients with an acute life-threatening illness. എന്നാൽ acute life-threatening illness വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ അത്രയും ലൈഫിന് ത്രെറ്റനിങ് ആയിട്ടുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എവിടേക്ക് മാറ്റണത്? ICUലേക്ക് മാറ്റണത്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റണത്. ഇനി നമ്മൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സിന്റെ കുറച്ച് വേറെ പേരുകളാണ് പറയാൻ പോകുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. 3 പേരാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ഓക്കെ. ക്രിട്ടിക്കൽ കെയർ ഈസ് ഡെലിവർഡ് ത്രൂ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ല ഹൈലി ആയിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കെയറിംഗ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. The patients are usually transferred to the ICU after initial stabilization from emergency. നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് പേഷ്യന്റ് ക്രിട്ടിക്കൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ മാറ്റുന്ന പേഷ്യന്റിനെ ICUലേക്ക് മാറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്? ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. Certain patient need to be isolated and had close and individual medical attention. ചില പേഷ്യൻസിന് ഐസൊലേഷൻ ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർ നമ്മൾ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ICUലേക്ക് മാറ്റാറുണ്ട്. ചില പേഷ്യൻസിന് എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെഡിക്കൽ
അറ്റൻഷൻ ആവശ്യമില്ല. എപ്പോഴും പേഷ്യൻസിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാറ്? നമ്മൾ ICUയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാറ്. ഈ സാധാരണ രീതിയിൽ ICUയില് ബെഡുകൾ കുറവായിരിക്കും. നമ്പർ ഓഫ് ബെഡ്സ് എങ്ങനെയുണ്ട്? കുറവായിരിക്കും. നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. 100 പേര് എടുക്കുകയാണെങ്കിലും ഒരു 3-4 പേഷ്യൻസ് മാത്രമായിരിക്കും ഇത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലുള്ള പേഷ്യൻസ്. ബാക്കി എല്ലാവർക്കും അത്ര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാവണമെന്നില്ല. ഈ ICU ഹാൻഡിൽ ചെയ്യണത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് ഹാൻഡിൽ ചെയ്യണത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് ആയിരിക്കും ഏത് യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ICU ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ ICU കൺസൾട്ടന്റ് അനസ്തേഷ്യോളജി ഉണ്ടാവും. അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു ഡോക്ടർ വരും. ഇപ്പൊ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു ഡോക്ടർ ഉണ്ടാവും, അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടാവും. അതേപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഡയറ്റീഷ്യൻ ഉണ്ടാവും. ഇവരെല്ലാവരും എവിടെ ഉണ്ടാവും? ICU ഡിപ്പാർട്ട്മെന്റ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിൽ കോമൺ ആയിട്ട് കാണാറുണ്ട്. നമ്മുടെ പോർഷനിലേക്ക് വരാം. നമ്മുടെ പോർഷൻ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ്. ഷോർട്ട് ഫോം എന്താണ്? CCU. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ വേറെ പേരാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് ICU. Critical care units, especially that care for the patient with acute life-threatening illness. ഗുരുതരമോ അല്ലെങ്കിൽ മാരകവുമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനാണ് നമ്മൾ എവിടെയാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ കെയർ ഇസ് ഡെലിവർ ടു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. അപ്പൊ ക്രിട്ടിക്കൽ കെയർ എങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും, ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നേഴ്സ് ആയിരിക്കും എവിടെ ഉള്ളത്? ക്രിട്ടിക്കൽ കെയർ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അസുഖമായിട്ടായിരിക്കും അവിടെ പേഷ്യൻസ് വന്നത്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കണം എവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്? ICU പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ, ഓൾസോ നോൺ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ കെയറിന്റെ വേറൊരു പേരാണ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഓർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ 3 പേര് നമ്മൾ പഠിച്ചു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സിന്റെ 3 പേര് പഠിച്ചു. ഏതൊക്കെയാണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അപ്പൊ 3 പേര് ഓക്കെയാണ്. ഇനി അടുത്താണ് the patient are usually transferred to ICU after initial stabilization of the emergency room. പറഞ്ഞ് ക്യാഷ്വാലിറ്റിയിലേക്ക് വരുന്ന അത്രയ്ക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ഇന്ന് മാറ്റാറുണ്ട്, ICUയിലേക്ക് മാറ്റാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഓർ റിക്കവറി റൂം. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻസിനെ നേരെ ICUയിലേക്ക് മാറ്റാറുണ്ട്. റിക്കവറി റൂം പെട്ടെന്ന് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ റിക്കവറി റൂമിൽ നിന്നും പേഷ്യൻസിനെ ഇങ്ങോട്ട് മാറ്റാറുണ്ട്. അവരുടെ ലൈഫിൽ പെട്ടെന്ന് വല്ല കോംപ്ലിക്കേഷൻ വന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ICUയിലേക്ക് പേഷ്യൻസിനെ മാറ്റും. റിക്കവറി റൂമിൽ നിന്നും പേഷ്യൻസിനെ മാറ്റുന്നത്. But a patient need to be isolated and need close and individual medical attention. ചില പേഷ്യൻസിന് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒക്കെ വേണ്ട പേഷ്യൻസിനെ നമ്മൾ എവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ICUയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ ചില പേഷ്യൻസിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇപ്പൊ കൊറോണ ഒക്കെ ആയ സമയത്ത് നമുക്കറിയാം ഐസൊലേഷൻ എന്താണ്, ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് ICUയിലെ ഐസൊലേഷൻ നിപ്പയൊക്കെ വന്ന സമയത്ത് നമുക്ക് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് മറ്റ് ആർക്കും അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. The ICU has very few beds. നമ്മുടെ ICUയിൽ കുറച്ച് ബെഡ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം പറഞ്ഞു ഇപ്പൊ 100 പേരിലൊക്കെ എടുക്കുകയാണെങ്കിൽ നിസ്സാരം പെർസെന്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുള്ളൂ. ഈസ് യൂഷ്വലി ഹാൻഡിൽഡ് ബൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്. അപ്പൊ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യണത്? നമ്മൾ ICU ഹാൻഡിൽ ചെയ്യുന്നത്. നേഴ്സ് as well as consultant anesthesia, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, കൺസൾട്ടൻസ് ആയിട്ടുള്ള സർജറിയുടെ ഭാഗമായിട്ട് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി വരുന്ന ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൈക്കോ കാലിനോ എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സ്. പിന്നെ ഡയറ്റീഷ്യൻ, അത് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പാടുണ്ട്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, ഏതൊക്കെ നേരത്തെ കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചു ചെയ്യേണ്ട ഡോക്ടറാണ് ഡയറ്റീഷ്യൻ. ഇങ്ങനത്തെ ഇവരുടെ എല്ലാവരും കൂടി ഉണ്ടാവും എവിടെ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടിയാണ് എന്താ ഹാൻഡിൽ ചെയ്യുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യാറുള്ളത്.
ഒന്ന് നോക്കി ഒന്ന് വായിച്ചു നോക്കി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തന്നെ എല്ലാവരും വായിച്ചു നോക്കി. എല്ലാവരും വായിച്ചു നോക്കിയാൽ വായിച്ചിട്ടില്ല, എല്ലാവരും വായിച്ചോ. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ പേരുകൾ പഠിക്കണം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സിന്റെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ ഷോർട്ട് ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? 3 പേരുണ്ട്: ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രീമറ്റോളജി. എന്താണ് ഡിപ്പാർട്ട്മെന്റ് പേര്? ഡ്രീമറ്റോളജി. ഡ്രീമറ്റോളജിയുടെ ത്വക്ക് രോഗശാസ്ത്രം, ത്വക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ചർമ്മരോഗശാസ്ത്രം എന്ന് പറയും. 2 പേരാണ് പറയുന്നത്: ചർമ്മരോഗശാസ്ത്രം അല്ലെങ്കിൽ ത്വക്ക് രോഗശാസ്ത്രം. അപ്പൊ അത് എഴുതി വെക്കാണ്ട് ത്വക്ക് രോഗശാസ്ത്രം, ചർമ്മരോഗം 2 പേര് പറയും മലയാളത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Dermatology is the science that deals with the diagnosis, treatment of the disease of skin, hair and nail. എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇവർ കൊടുക്കുന്നത്? നമ്മളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം, നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിലെ പാർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡെർമറ്റോളജി. നമ്മുടെ ഹെയറിന്റെ എന്തെങ്കിലും ക്രിസ്റ്റീന ഏതാണ് മോനെ പറയേണ്ടത്? ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കോ? ICU ആണോ ഒന്നോട് പറയേണ്ടത്? ഓക്കെ, ലാസ്റ്റ് ആവുമ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് ആവുമ്പോ പറയാവേ, ടൈം നോക്കട്ടെ. ഡ്രീമറ്റോളജി എന്ന് പറയുന്നത് ത്വക്ക് രോഗശാസ്ത്രമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡ്രീമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചർമ്മം, ത്വക്ക് എന്ന് പറയുന്നത് ചർമ്മം, മുടി, നിറം എന്നിവയുടെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രോഗങ്ങൾക്ക് കുറച്ച് ചികിത്സയുമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഡ്രീമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. ട്രീറ്റ്മെന്റ് അതേപോലെ ത്വക്ക് രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തായാലും ത്വക്ക് രോഗം വെക്കാം. അപ്പൊ അതിൽ ഈ പാണ്ട്, വിള്ളല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്കിന്നിന് വരുന്ന ഏത് ടൈപ്പ് അസുഖങ്ങളായാലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ക്യാൻസർ, നമുക്ക് സ്കിൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഏതാണ്? ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുന്നത്. കോസ്മെറ്റിക് ഫില്ലർ ഇഞ്ചക്ഷൻ, കോസ്മെറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്യണ ഇഞ്ചക്ഷൻസും ട്രീറ്റ്മെന്റ്സും ഒക്കെ എന്ത് ചെയ്യണത്? ആരാണ് പ്രൊവൈഡ് ചെയ്യണത്? നമ്മളുടെ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ലേസർ തെറാപ്പി ഫോർ മാനേജ്മെന്റ് ഓഫ് ബർത്ത് മാർക്ക്, നമ്മൾ ബർത്ത് മാർക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട്. അതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ സ്കിന്നിന് നിങ്ങൾ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ടാറ്റു ഒക്കെ ഒരു ഇൻട്രസ്റ്റിൽ പോയി ടാറ്റു ഒക്കെ അടിക്കും, അത് റിമൂവ് ചെയ്യാനും എവിടെ പറ്റും? നമുക്ക് പറ്റും. അത് ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്, ഓഫർ ചെയ്യണത്. നോക്കാം dermatology. It offers specialized treatment for all critical general dermatologic problems, including എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്? ഡിസോർഡർ ഓഫ് സ്കിൻ, സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യും. നെയിലൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ഹാൻഡിൽ ചെയ്തോളും. മെന്റൽ ഡിസീസ്, ലൈംഗിക രോഗങ്ങൾ, അതിന്റെ കാര്യങ്ങൾ ആര് ഹാൻഡിൽ ചെയ്യും? ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഓൾസോ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസ് ഫോർ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ്. ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രോബ്ലംസ്
നമ്മുടെ എന്താ പറയുക സൗന്ദര്യം വർദ്ധനവ് അല്ല സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ ട്രീറ്റ്മെന്റ് എടുക്കുമല്ല. അതേപോലത്തെ ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രീമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മുഖക്കുരുകളൊക്കെ ഇതല്ല ആന്റി അതേപോലെ തന്നെ സ്കാസ് പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രീമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിഗ്മെന്റേഷൻ കൂട്ടാനായിട്ട് സ്കിൻ കളർ സ്കിന്നിന്റെ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രീമറ്റോളജി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മള് ആരെങ്കിലും കേട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഇടയ്ക്ക് ഒരു ന്യൂസ് ആയിരുന്നാണ് നമ്മൾ സിനിമാ നടി മമതയ്ക്ക് ഇതേപോലത്തെ ഒരു അസുഖം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിറ്റിലിഗോ എന്ന് പറയുന്ന ഒരു അസുഖമാണ് വന്നത്. പാണ്ഡുരോഗമാണ്, വെള്ളപ്പാണ്ടാണ്. മെലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ അസുഖം വന്നത്. ഓക്കെ, മെലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞപ്പോഴാണ് ഈ അസുഖം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കോട്ടിട്ടാണ് പുള്ളിക്കാരത്തി. ഞാൻ ഇപ്പോൾ സൂര്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കോട്ട് വന്നത്. കാരണം മെലാറ്റിൻ എന്ന് പറയുന്ന മെലാറ്റിൻ എന്ന് പറയുന്ന ഘടകം ഉത്പാദിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സൺലൈറ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോട്ട് ഇടാനായിട്ട് കാരണം വന്നേട്ടാ. ഓക്കെ, അതേപോലെ തന്നെ ഹെയർ ലോസ്, ഹെയർ ഫോള്, അതേപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യൂലേ, പുതിയ ഹെയർ ഒക്കെ വെക്കുന്നത്. തീരെ ഹെയർ ഇല്ലാത്തവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അൺവാണ്ടഡ് ഹെയർസ് ചില സ്ത്രീകളിലൊക്കെ എന്താണ് അൺവാണ്ടഡ് ആയിട്ട് താടി പിടിച്ചൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾസ് മറുകുകൾ ഉണ്ടാവും. ആ മറുക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടി, മുഖത്തൊക്കെ ചുളിവ് പ്രായമാകുമ്പോൾ ചുളിവൊക്കെ വരുമല്ലോ, ആ ചുളിവുകളൊക്കെ കുറച്ച് ഒരു പരിസരം കുറയ്ക്കാനൊക്കെ ട്രീമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ഏജിങ്, സ്കിന്നിന്റെ ഏജിങ് കുറയ്ക്കാൻ വേണ്ടി, പ്രായമാകുന്നത് ഒരു പരിധിവരെ എന്ത് ചെയ്യാനായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ട്രീമറ്റോളജി എന്ന് കൊടുക്കേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഇത് നോക്കാം ട്രീമറ്റോളജി എന്താണെന്ന് നോക്കാം കേട്ടോ. Rheumatology is the science that deals with the diagnosis and treatment of the disease of skin, hair, nail. എന്നിട്ടൊക്കെ ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്കിൻ ആയിട്ടൊക്കെയാണ് എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് റീമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെയർ ആയിട്ട് എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെയിലായിട്ടുള്ള നെയില് വെച്ചാല് സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള നെയിലായിരിക്കും. ചിലവരുടെ ഉള്ളിനൊക്കെ വരും അല്ലേ, അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വരുന്നില്ല. അതേപോലെ നഖം വളർന്നു വരുന്നത് പ്രോപ്പർ അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓഫർ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ക്ലിനിക്കൽ ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് എന്തൊക്കെ ഡിസോർഡർ ആണെന്ന് ഒന്നും കൂടി പറയണേ. ഡിസോർഡർ ഓഫ് സ്കിന്ന്, ഹെയർ and nail and vaginal disease and also advanced cosmetic dermatology service. അപ്പൊ അവര് ഈ പറഞ്ഞ ഡിസീസിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ കോസ്മെറ്റിക് സർവീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് പ്രോബ്ലം ലൈക്ക് മുഖക്കുരുകൾ. ചില ആൾക്കാർക്ക് ഭയങ്കര മുഖക്കുരു ആയിരിക്കും. മുഖക്കുരുന്നുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോറി കേട്ടോ, സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നം തോന്നിയിട്ട് ഞാൻ ജനലൊന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പോയതാണ് കേട്ടോ. ഓക്കെ, ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞേട്ടാ. എന്താണ് സ്കാർസുകൾ, പാടുകൾ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പൊള്ളലേറ്റ പാടോ അങ്ങനെ എന്തെങ്കിലും സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഡെർമറ്റോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറം കൂട്ടാൻ വേണ്ടിയിട്ട്, കളർ കുറച്ചുകൂടി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. വിറ്റിലിഗോ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. മെലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഇതിന്റെ കുറവുകൾ വരുന്ന അസുഖമാണ്. അതാണ് ഞാൻ പറഞ്ഞ അതിന് കമ്പത്തേക്ക് വരുന്ന അസുഖമാണ്. ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹെയർ ലോസ്, മുടി കൊഴിച്ചില്, ഹെയർ ഫോള്, അതേപോലെ മുടി കുറവുള്ളതിനുള്ള ട്രീറ്റ്മെന്റ്, ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെന്റ്, അൺവാണ്ടഡ് ഹെയർ, നമ്മുടെ സ്കിന്നിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് എന്തൊക്കെയുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്, മോൾസ്, പിന്നെ ബാർട്ടർ ഡ്രില്ലിംഗ് ആൻഡ് ഏജിങ് സ്കിൻ.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവുകൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഏജ് നമുക്ക് സ്കിൻ ഏജ് ആവും, ഒരു പ്രായം കഴിയുമ്പോൾ പ്രായം കുറയ്ക്കാൻ, ചർമ്മത്തിന് പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും എവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ നമ്മളിപ്പോ ലാസ്റ്റ് എടുത്തത് ഡെർമറ്റോളജി ആണ്. സ്കിന്ന്, ഹെയർ, നെയിലായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡെർമറ്റോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. മോൾസ് പറഞ്ഞില്ല, സോറി കേട്ടാ, മോൾസ് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മോൾസ് എന്ന് പറഞ്ഞാല് മറുകാണ് കേട്ടോ, മീനിങ് മറുകാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കിയ എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ENT ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ENT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E stands for ear, N stands for nose, T stands for throat. ENT ഡിപ്പാർട്ട്മെന്റ് ear, nose, throat. നമ്മള് സാധാരണ രീതിയിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ്, ENT ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഡോക്ടർ ട്രെയിൻഡ് ഇൻ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഇയർ, നോസ്, throat. ഇയർ, നോസ്, throat ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഡോക്ടറിനെ ആയിരിക്കും നമ്മൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യാറ്, ENT ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്യാറ്. Creative structure of the head and neck is generally refers to ENT surgeon. ENT surgeon ഇയറും നെക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന സർജറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ENT ഡോക്ടർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ENT സർജന് പറയുന്ന പേരുകളാണ് ENT സർജൻ എന്ന് പറയും, അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓർത്തനോളജിസ്റ്റ് എന്ന് പറയും. ചെവി, മൂക്ക്, തൊണ്ട, തലയിൽ, കഴുത്തൊക്കെ ഏതൊക്കെ പാർട്ടാണ് ENT എന്ന് പറയുന്നത്? ഇയർ, നോസ്, തോട്ട് മാത്രമാണ് ശരീരം എല്ലാം. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് വരെ എന്തെങ്കിലും പ്രശ്നമായാലും തലയുടെ ഭാഗത്ത് വരെ എന്തെങ്കിലും പ്രശ്നമായാലും ആരോഗ്യ ട്രീറ്റ്മെന്റ് പ്രൊവൈഡറുണ്ട്, ENT ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചെവി, മൂക്ക്, തൊണ്ട, അതേപോലെ തലയുടെയും കഴുത്തിന്റെയും അനുബന്ധ ഘടനകൾ, അവരുടെ എന്തെങ്കിലും പാർട്ടില് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യണത് ആരാണ്? നമ്മുടെ ENT സർജൻ ആണ്, ENT സ്പെഷ്യലിസ്റ്റ് ആണ് അവർക്ക് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. The part covered under this specialty ഈ സ്പെഷ്യാലിറ്റി കവർ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇയർ റിലേറ്റഡ് അസുഖങ്ങൾ, ഇയർ റിലേറ്റഡ് ഡിസീസ് എല്ലാം നോക്കും. നോസ് റിലേറ്റഡ് അസുഖങ്ങൾ നോക്കും. നോസിൽ പാസേജ്, നോസിലേക്ക് പാസേജ്, ആ പാസേജിലേക്ക് നാസൽ പാസേജ് എന്ന് പറയും. നാസൽ പാസേജ് റിലേറ്റഡ് അസുഖം നോക്കും. ലെറസ് അല്ലെങ്കിൽ വോയിസ് ബോക്സ്, നമ്മുടെ വോയിസ് ബോക്സ്, വോയിസ് വരുന്ന സൗണ്ട് വരുന്ന വോയിസ് ബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അസുഖങ്ങളും, എല്ലാ ശ്വാസനാളമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും, ഓറൽ ക്യാവിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും, മൗത്ത്, തോട്ട് ആയിട്ട് റിലേറ്റഡ് എന്ത് അസുഖം, അതേപോലെ തന്നെ നെക്ക്, ഫേസ് റിലേറ്റഡ് എന്ത് അസുഖങ്ങളും എവിടെ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ENT സ്പെഷ്യലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇയറിന്റെ കാര്യങ്ങളാണ്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഇയറിന് പ്രൊവൈഡ് ചെയ്ത് നോക്കുന്നത്?
അപ്പൊ ഒരുപാട് ഏജ് ആവുന്നതനുസരിച്ച് കേൾവിയുടെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുന്ന അസുഖങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് കൊടുക്കാറുണ്ട്. ഓഡിറ്ററി ചില സൗണ്ട് കേൾക്കുന്നതിന് കുറവുകൾ, സൗണ്ട് കേൾക്കാനായിട്ട് ചെറിയ കുറവുകൾ, സൗണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ്. ഇയർ ഇൻഫെക്ഷൻ കുട്ടികളിൽ വരുന്നതാണ്. പനി ചൊടിയൊക്കെ കഴിഞ്ഞ കഴിയുമ്പോഴേക്കും ഇയർ ഇൻഫെക്ഷൻ വരും അവർക്ക്. സാധാരണ ഇൻഫെക്ഷനൊക്കെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഇയർ ഇൻഫെക്ഷൻ വരും. ആ ടൈമിലത്തെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ പിന്നെ ചൈൽഡ് ഹിയറിംഗ് ലോസ്, കുട്ടികളുടെ ഡെഫായിട്ട് ചെറിയ കുട്ടികളവർക്ക്, അതായത് കുട്ടിക്കാലത്ത് കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി നോസ് റിലേറ്റഡ് അസുഖങ്ങൾ എന്ന് പറയുന്നത് നോസിന്റെ ബ്ലഡുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് നോസിന് വരുന്ന പ്രശ്നം. അതേപോലെ നാസിൽ പോളിഗ്രാംസ് ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ ദശ എന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ നമ്മുടെ മൂക്കിൽ ചെറിയൊരു ദശ, ചെറിയ മുഴ പോലെ എന്ത് ചെയ്യും, ചെറിയ ഒരു എന്താ പറയുക ചെറിയൊരു ദശ വളരാറുണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തോട്ട് റിലേറ്റഡ് അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ തൈറോയിഡ് എക്സാമ്പിൾ മാത്രമേ പറയുന്നത്. തൈറോയിഡ്, അതേപോലെ തോട്ട് ക്യാൻസർ, അങ്ങനത്തെ റിലേറ്റഡ് അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആരും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്പെഷ്യലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ കഴുത്തിൽ എന്തെങ്കിലും മുഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മുഴ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്യാൻസർ, നെക്ക് റിലേറ്റഡ് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിലുള്ള അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ കണ്ണിലും എപ്പോഴും കണ്ണ് ചുറ്റിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്, കണ്ണ് നാളുകളായിട്ട് ജയിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ എന്താ പറയാ ഇയർ ബാലൻസിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹിയറിംഗ് ഡിസോർഡർ, കേൾവിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. കൂർക്കവലി സിസ്റ്റമിൽ ഉറങ്ങുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പൊ മൂക്കിന്റെ പ്രശ്നമുള്ളത് നോസായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങള്, അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. അതേപോലെ ഇയറിന് റിലേറ്റ് ചെയ്യുന്നത് ഇയർ നോസ് തോട്ടിൽ വരുന്ന എന്തെങ്കിലും അലർജിയുടെ പ്രോബ്ലംസ് ആര് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സൽവറിയൻ ഗ്ലാൻഡ് ഡിസീസ്, നമ്മുടെ മുതിർത്തിയുണ്ടല്ലോ വായിലുള്ള മുതിർത്തിയുടെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വോയിസ് ഡിസോർഡർ, സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, പോർഷനിലേക്ക് നോക്കാം കേട്ടോ. ഗ്രീഷ്മ ഞാൻ ഡൗട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. Okay. As the name indicates, this department deals with the alignment concerned with the ear, nose, throat. എന്ന് പറയുന്ന പോലെ തന്നെ ഇയർ, നോസ്, തോട്ട് എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറീസ് ഒരുമിച്ച് വരുന്നതാണ് ENT ഡിപ്പാർട്ട്മെന്റ്. A doctor who is trained in the medical and surgical treatment of the ear, nose, throat. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ, നോസ്, തോട്ടില് സർജിക്കൽ ആയിട്ട് മെഡിക്കൽ ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് റിലേറ്റഡ് സ്ട്രക്ചർ ഓഫ് ദ നെക്ക്, ഹെഡ് ആൻഡ് നെക്ക്, ഹെഡ് നെക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യണ എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറലി റെഫേഴ്സ് ടു ആൻ ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ്, ഓർത്തോളജിസ്റ്റ് എന്നും പറയാറുണ്ട്. എന്നൊക്കെ പറയുന്നത് ENT സർജൻ, ENT സ്പെഷ്യലിസ്റ്റ്, ഓട്ടോളജിസ്റ്റ് എന്നും കൂടി പറയാറുണ്ട്. ഞാൻ വേർഡ് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒന്ന് നോക്കട്ടോ. The part covered under this specialty includes എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആണ്, ഏതൊക്കെ പാർട്സ് ആണ് ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് കവർ ചെയ്തെന്ന് പറയുന്നത്. ഇയർ ശരിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, നോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, നാസൽ പാസേജ്, അത് മൂക്കിലെ ശ്വസിക്കുമ്പോൾ ആ ഒരു എയർപോണ ഒരു പാസേജ്, നാസൽ പാസേജ്, സിനസ് റിലേറ്റഡ് വോയിസ് ബോക്സ്, എന്താ പറയുക വോയിസ് ബോക്സ് നമ്മുടെ തോട്ടിൽ വോയിസ് ബോക്സ് അവിടെ റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, ഓറൽ ക്യാവിറ്റി, മൗത്ത്, തോട്ട്, ഇങ്ങനത്തെ എവിഡൻസ്. അതേപോലെ തന്നെ ആസ് വെൽ ആസ് സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ്. ഇവിടെ എന്ത് അസുഖം വന്നാലും നമ്മൾ ആരെ കാണിക്കാറ്? മെയിനായിട്ട് ENT സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ കാണിക്കാറ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് വെറൈറ്റി ഓഫ് അലൈൻമെന്റ്സ്. ഇത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. ചിലത് ഇയർ, നോസ്, തോട്ട് ഡിസീസ്, നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ഇയർ, നോസ്, തോട്ടായിട്ട് ലീഡ് ചെയ്യണ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്ക് ക്ലബ്സ്, കഴുത്തിന് വേണ്ട മുഴകള്,
കഴുത്തിലൊക്കെ ആയിട്ട് വരുന്ന മുഴകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ക്യാൻസർ ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, ക്യാൻസർ ഹെഡ് നെക്ക് ഏരിയയില് ക്യാൻസർ ഏരിയകളായിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ആണ് കേട്ടോ. ക്ലിയർ ദാറ്റ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ കണ്ണീർനാളി, നമ്മൾ കണ്ണീർ കണ്ടിട്ടല്ല, ആ കണ്ണീർനാളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹിയറിംഗ് ബാലൻസിങ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഹിയർ ബാലൻസിങ് പ്രോബ്ലം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിയർ ബാലൻസിന്റെ പ്രോബ്ലംസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി കുറവ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോളറിംഗ് എന്ന് പറഞ്ഞാൽ കൂർക്കമലിക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൽപി അലർജി, ഇയർ നോസ് തോട്ടായിട്ട് ചെയ്യണം, അലർജിക്കുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സാലറി ഗ്ലാൻഡ് ഡിസീസ്, നിർത്തിയായിട്ട് ചെയ്യേണ്ടതില്ല അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വോയിസ് ഡിസോർഡർ, സൗണ്ടിന് എന്തെങ്കിലും ഇഷ്ടങ്ങളോ അതുപോലെ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്? എൽപി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് വെച്ചാൽ കൂർക്കമലി എന്നർത്ഥം. നമ്മള് ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? സൗണ്ട് ഉണ്ടാക്കി ഉറങ്ങൂലേ? സാധാരണ രീതി നമ്മൾ വിചാരിച്ച സിമ്പിൾ ആണെന്ന്, പക്ഷെ അത് സൗണ്ട് കുറച്ച് കൂടുതലാണെങ്കിൽ അവർക്ക് മനസ്സിലാവും രാത്രി കൂടെ ഉള്ളവർക്ക് കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര സൗണ്ടിലൊക്കെ അതുകൊണ്ട്, കാരണം മൂക്കിൽ ദശയൊക്കെ വളർന്നവർക്കാണ് വെയിലായിട്ട് എന്ത് വരുന്നത്? ഈ കുടുക്കമേൽ വരുന്നത്. അവർക്ക് ഒട്ടും ശ്വാസം എടുക്കാനായിട്ട് വരില്ല. അപ്പൊ സൗണ്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും എടുത്ത് ഉറങ്ങുന്നത്. നോക്കാം ഇപ്പൊ ഡൗട്ട് ക്ലിയർ ദാറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ കണ്ണീർനാളി ഉണ്ടല്ലോ, നമ്മള് കണ്ണില് എന്താ പറയുക കണ്ണുനീര് വരുന്ന ആ ഒരു നാളി, ആ കണ്ണീർനാളിയുടെ പ്രശ്നങ്ങളായിരിക്കും അസുഖങ്ങളാണ് കേട്ടോ. ഓക്കെ, വെർണൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീഷ്മ ശ്രദ്ധിക്കട്ടോ, ലൈംഗികമായിട്ട് ചെയ്യണ അസുഖങ്ങൾ സ്കിന്നിൽ വരുന്ന ഡിസീസ് നമ്മൾ വെർണൽ ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് CCU ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റാണ്. അത്രയും ക്രിട്ടിക്കലായിട്ട് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഫേസ് ചെയ്യണ പേഷ്യൻസിനെയാണ് നമ്മൾ എവിടേക്ക് മാറ്റുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സിന് 3 പേരുകളുണ്ട്. ഫസ്റ്റ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് CCU, പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU, നെക്സ്റ്റ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. 3 പേരാണ് നമ്മൾ അറിയുന്നത്. പറഞ്ഞത് എന്താണ്? ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവുന്നത്? ICU ഉണ്ടാവുന്നത്. അതേപോലെ നമുക്ക് എന്താ പറയാ, ഏറ്റവും അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. കാഷ്വാലിറ്റിയിലെ എമർജൻസി റൂമിലുള്ള പേഷ്യൻസ് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ മാറ്റാറുണ്ട്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റാറുണ്ട്. അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻസ് നേരെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ICU ഒക്കെ നിങ്ങൾ ഓരോ പാർട്ടായിട്ട് അല്ല ഒരു ചാപ്റ്റർ ആയിട്ടൊക്കെ ഈ പഠിക്കും കേട്ടോ. ICU എന്ന് പറയുമ്പോ ബെഡുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, കാരണം നമ്മൾ പേഷ്യൻസിന്റെ എണ്ണം കുറവാണ്, അതുകൊണ്ട് തന്നെ അവിടെ ബെഡുകളുടെ എണ്ണം കുറവായിരിക്കും. ICU ഹാൻഡിൽ ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നേഴ്സ് ആയിരിക്കും. അതേപോലെ കൺസൾട്ടന്റ് ആയിട്ടുള്ള അനസ്തീഷ്യോളജിസ്റ്റ്, അനസ്തീഷ്യ പ്രൊവൈഡ് അനസ്തീഷ്യൻ ഉണ്ടാവും, അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടാവും. അതേപോലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടാവും, ഡയറ്റീഷ്യൻ ഉണ്ടാവും. ഇവരെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ദാറ്റ് പ്രോബ്ലം കണ്ണ് നാളുകൾക്ക് വരുന്ന അസുഖങ്ങൾ. നമ്മള് സാധാരണ രീതിയിൽ നമുക്ക് കരയുമ്പോൾ കണ്ണിൽ വെള്ളം വരണ്ടല്ലോ. അപ്പൊ ആ നമ്മളിപ്പോ എത്ര വിഷം കൊണ്ട് കരയുമ്പോഴും കണ്ണിൽ വെള്ളം വരാത്ത ആൾക്കാരില്ല. കണ്ണീർക്ക് പ്രോബ്ലം ഉള്ളവർക്കായിരിക്കും എന്ത് ചെയ്യണം? കണ്ണിന് വെള്ളം വരാത്ത കണ്ണിന് വെള്ളം വരാത്ത കണ്ണീര് വരാത്ത അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കേൾക്കേണ്ടത് ട്രീറ്റ്മെന്റ് ആണ് ക്ലിയർ ദാറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായ? നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോയാലോ? കൂർക്കമലി കേട്ടോ, മലയാളത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അത് പിന്നീട് വായിച്ചോ, പുതിയ കുറെ വേർഡ്സ് വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ചോദിച്ചോളട്ടെ. Anesthesiology department. What are the types of anesthesia? What are the types of anesthesia? Part 3 number anesthesia. What are the types of anesthesia? Option A, general anesthesia. Option B, local anesthesia. Option C, regional anesthesia. All of them. Option D, all of them. Okay, all of them.
Next question. Dash is the medicine. Dash is the medicine that is administered by an anesthetist, a medical doctor, through a mask or IV cannula placed in the vein. ഏത് anesthesia അത്? In dash anesthesia is working patient will become, anesthesia is working, patient will become unconscious, fully unconscious. ഏതാണ് same ആണ് general anesthesia. Dash anesthesia blocks the sensation in a small area. Dash anesthesia blocks the sensation in small area. Okay, cesarean session are done with the dash anesthesia. Cesarean session are done with dash anesthesia. Okay. Dash is a specialty. Dash is a specialty that cares for patients with acute life-threatening illness. Dash is a specialty that cares for the patient with acute life-threatening illness. ഒരു മിനിറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പറയാം. CCU critical care unit, ICU intensive care unit, intensive C option C intensive treatment unit, all of them. അങ്ങനെയാണ് നമ്മൾ ഏത് കൊടുക്കണം? All of them കൊടുക്കണം. Dash is the science that deals with the diagnosis and treatment of the disease of skin, hair, and nail. Rheumatology. Okay, rheumatology. A doctor who is trained in medical and surgical treatment of ear, nose, throat, and related structure of the head and neck is generally refers to. Options ENT ആണ്. ENT ഡിപ്പാർട്ട്മെന്റ് ENT സർജൻ എന്ന് പറയും, ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും, ഓർത്തോളജിസ്റ്റ് എന്ന് കൂടി പറയും കേട്ടോ. അപ്പൊ 3 ഓപ്ഷൻസ് അറിയണമെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് കൊടുക്കണം. ഓക്കെ അല്ലേ? Treatment relating to neck and head and neck related disease will treat in dash department. ENT. ENT ലാണ് head and neck related അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. Dash department provide the treatment of cancer of the head and neck area. The head and neck അത് ENT department. അങ്ങനെയും ചോദിക്കാം. The examples of the ENT treatments are dash. കൊടുക്കുന്നതാണ് neck lumps, tear duct problems, sonoring, all of them. Okay, all of them. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്സ്. ഡൗട്ട് എന്തെങ്കിലും ഇല്ലാലോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു കേട്ടോ. താങ്ക് യു.